പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഹെബ്രായർ 12:15 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, വിദ്വേഷത്തിൻ്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. വിദ്വേഷം മൂലം പലരും അശുദ്ധരായി തീരുന്നു. നമ്മുടെ ഹൃദയത്തിൻ്റെ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന ഒരു വലിയ ഘടകമാണ് വിദ്വേഷം. ഈ വിദ്വേഷത്തെപ്പറ്റി നമ്മൾ അധികമൊന്നും ചിന്തിക്കാറില്ല. പക്ഷേ വിദ്വേഷം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോൾ നാം അശുദ്ധരായി തീരുന്നു എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ കൃപ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മുടെ ഹൃദയത്തെ വിശുദ്ധിയിൽ നാം കാത്തുസൂക്ഷിക്കണം. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാനും സാധിക്കുകയില്ല. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ്. അപ്പോൾ ജീവിതത്തിൽ നമ്മുടെ പരിശ്രമം മുഴുവൻ വിശുദ്ധി കാത്തുസൂക്ഷിക്കാൻ വേണ്ടിയുള്ളതായിരിക്കണം. നാം നിരന്തരം പ്രാർത്ഥിക്കുന്നവരാണ്. ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങണം, നമ്മുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമാകണം എന്നെല്ലാം ആഗ്രഹത്തോടു കൂടിയാണ് നാം പ്രാർത്ഥിക്കുന്നത്. വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 26 യേശു പറയുന്നുണ്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവിൻ എന്ന്. എന്നാൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ മറ്റുള്ളവരോട് വെറുപ്പും വിദ്വേഷവും അസൂയയും പ്രതികാര ചിന്തകളും ഒക്കെയാണുള്ളത്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടണമെങ്കിൽ, നമ്മുടെ ജീവിതം ഐശ്വര്യപൂർണ്ണമായി മാറണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ വെറുപ്പോ വിദ്വേഷമോ ഉണ്ടായിരിക്കരുത്. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ എന്നാണ് നാം പ്രാർത്ഥിക്കുന്നത്. നാം മറ്റുള്ളവരോട് ക്ഷമിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ വെറുപ്പും വിദ്വേഷവും വൈരാഗ്യവും പ്രതികാര ചിന്തകളും ഉണ്ടാകുമായിരുന്നില്ല. യഥാർത്ഥത്തിൽ നമ്മെ വേദനിപ്പിച്ചവരോട് നാം ക്ഷമിക്കുന്നില്ല, അല്ലെങ്കിൽ ക്ഷമിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ തെറ്റുകൾ ദൈവം നമ്മോട് ക്ഷമിക്കുമോ? അതൊന്ന് ആത്മശോധന ചെയ്യേണ്ടതാണ്. എങ്കിലും കരുണാനിധിയായ ദൈവം നമ്മോട് കരുണ കാണിക്കുന്നത് നമ്മെ അനുതാപത്തിലേക്ക് നയിക്കുവാൻ വേണ്ടിയാണ്. നാം പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടാതെ ഇരിക്കുന്നതിന് കാരണം നമ്മുടെ ഹൃദയത്തിലെ അശുദ്ധി തന്നെയാണ്. യേശയ്യ 1:15 കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്, നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കും. നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല എന്ന്. അപ്പോൾ നാം ചെയ്യേണ്ടത് നമ്മുടെ ഹൃദയത്തെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. ജെറമിയ 4:14 കർത്താവ് അരുളി ചെയ്യുന്നുണ്ട്, നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക, എന്നാൽ നീ രക്ഷപ്പെടും. എത്ര നാളാണ് നീ ഈ ദുഷിച്ച ചിന്തകളും പേരിൽ നടക്കുക? ജോഷുവ 3:5 ജോഷുവ ജനത്തോട് പറയുന്നുണ്ട്, നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവത്തിനും ദൈവവചനങ്ങൾക്കും നാം ഒന്നാം സ്ഥാനം കൊടുക്കണം. വചനമനുസരിച്ച് ജീവിക്കാൻ നാം പരിശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ശുദ്ധിയുള്ളതായി മാറും. നാം ഒരു പുതിയ മനുഷ്യനായി മാറുകയും ചെയ്യും. നമ്മുടെ ജീവിതം സമാധാനപൂർണവും ഐശ്വര്യപൂർണമായി മാറുകയും ചെയ്യും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.